എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. തുടങ്ങിക്കോ. ഒരുപാട് കിഴികളുണ്ട്. 2-3 ദിവസമായില്ലേ നമ്മൾ കിഴി എപ്പിസോഡ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും. ടൈല് പല രീതിയിലുള്ള പൊട്ടന്മാരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പറഞ്ഞതിന് ആദ്യമായിട്ട് കണ്ടാണല്ലോ. കണ്ടാലും കണ്ടില്ല, ഞാൻ വിളിക്കുന്നത് എല്ലാവർക്കും അറിയാം. ടൈല് വിളിക്കും. പക്ഷെ കൈ ടോസിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. കടുക്കും മുറ്റം കോടി. അയ്യോ. ഫസ്റ്റ് കിഴി AK-63. ശരിക്കും പോയിട്ടില്ല. ആദിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. സിനിമത്തിന്റെ ന്യൂസുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിലേക്ക് SJ സൂര്യ, അരവിന്ദ് സ്വാമി ഇവരോട് വില്ലനായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ആരെങ്കിലും ഒരാളായിരിക്കും വില്ലനായിട്ട് വരുന്നത്. രണ്ടുപേരും പൊളിച്ചടിക്കാന്. പിന്നെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്, ഒരു തെലുഗു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. കാരണം തെലുങ്കു മലയാളം അല്ല, തമിഴ് ബില്ലിംഗൽ മൂവി ആയതുകൊണ്ട് തന്നെ ചിലപ്പം തെലുങ്കിന്നായിരിക്കാം. എന്തായാലും ശ്രീനിധി ഷെട്ടി ഒരു പ്രധാന വേഷത്തിൽ സിനിമയിൽ എത്തുന്നുണ്ട്. അപ്പൊ AK-63 കൊണ്ടുവന്നിട്ട് ഞെട്ടിക്കാം എന്നുള്ളതാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ എന്ത് ഞെട്ടിക്കാൻ? ഫസ്റ്റിലേ ഞെട്ടിക്കഴിഞ്ഞു, ഇനി എന്തിന് ഞെട്ടിക്കാൻ? ഫാമിലി സ്റ്റാർ വിജയ് ദേവാരകൊണ്ട നായകനാവുന്ന സിനിമ വമ്പൻ സിനിമയാണ്. മൃണാൾ താക്കൂറാണ് നായികയായിട്ട് വരുന്നത്. പറഞ്ഞ തെലുങ്കിലെ ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ആക്കി മാറ്റുമോ? അതൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ് തള്ളി കൊണ്ടിരുന്നുണ്ട് മുകളിലോട്ട്. എന്തായാലും ഫാമിലി സ്റ്റാർ സിനിമയുടെ പുതുക്കിയ റിലീസ് ഡേറ്റ് എന്നായിരിക്കും അറിയോ? ഏപ്രിൽ 15. ഓക്കെ. ഇത് ആൾറെഡി ഫെബ്രുവരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് വേറെ ഏതൊരു ജനുവരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെബ്രുവരി ആക്കി. അതിനുശേഷം ഇപ്പോൾ പറയുന്നത് ഏപ്രിൽ 15. ഓക്കെ. ഏപ്രിൽ 15 കേട്ടോ, ഏപ്രിൽ 5. ഇന്ന് പറഞ്ഞിട്ട് അല്ലേ, ഇന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും സാഹചര്യം എന്താ. ഫണ്ടിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പിന്നെ പറ്റിയ അബദ്ധം പിന്നെ അത് ഫണ്ടാക്കി മാറ്റും. സന്തോഷ് പണ്ഡിറ്റും പിന്നെ അതുപോലെ അലൻ ജോസ് പെരേര ഇവർ രണ്ടുപേരും പറയാറില്ലേ, ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ മനഃപൂർവ്വം പൊട്ടനായി ചെയ്യുന്നതാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒറിജിനൽ ആയിട്ട് വരെ എങ്ങനെയാന്നുള്ളത് ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ. അടുത്തത് ഫാമിലി. ഫാമിലി ഒരു തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാനൊരു ഫാമിലി സ്റ്റാറിനെ കൊണ്ടുവരുമ്പോ നീ ഫാമിലി മൊത്തത്തിൽ കൊണ്ടുവരണം. തീർച്ചയായിട്ടും കൊണ്ടുവരണല്ലോ. എന്തായാലും ഫാലിമി എന്നുള്ള തെറ്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലി ആക്കിയിട്ട് പുതിയ സിനിമ വരും. ഇവർക്കാണ് ഫാമിലി എങ്ങനെ എഴുതേണ്ടതെന്നുള്ള അറിയാം. അവരാ ടൈറ്റിലിംഗിൽ തന്നെ ഉണ്ട് ആ തെറ്റിയതൊക്കെ. പേപ്പർ കട്ടിംഗ് ഒക്കെ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് പക്കയായിട്ട് കൊണ്ടുവന്നത്. ഏതാണെങ്കിലും സിനിമയിൽ നായകനായിട്ട് വരുന്നത് വിനയ് ഫോർട്ടാണ്. സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അനുരാഗ് കശ്യപ്പാണ് ട്രെയിലർ ലോഞ്ചിൽ വരുന്നത്. പിന്നെ ഫെബ്രുവരി 23 സിനിമ റിലീസായിട്ട് എത്തുന്നത്. ഓക്കെ. അടുത്ത കിഴി അന്വേഷിപ്പിൻ കണ്ടെത്തും. അന്വേഷിച്ചിട്ട് കണ്ടെത്തിയതാണിത്. എത്ര ഉണ്ട് അതിൽ നിന്ന് കിട്ടിയതാണ്. ഇത് വലുത് മൊത്തം അവന് കൊടുക്കും. ഇത് വലുതല്ല കേട്ടോ, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്. അത് എന്തായാലും അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 7 മണിക്ക് വരും. 7 മണിക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷനായിട്ട് വരും. ടീസർ പൊളിയായിരുന്നു. ടീസർ ഗംഭീരം. അതിനനുസരിച്ചുള്ള ട്രെയിലർ തന്നെ പ്രതീക്ഷിക്കാം. അതെ. സിനിമ നന്നായാൽ മതിയായിരുന്നു. എല്ലാ ഭാരം കൂടി ചുമക്കാൻ വയ്യാളിയാ. പടം പൊട്ടിയാൽ നമ്മുടെ അഞ്ചത്തായിരുന്നു. കാരണം നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ്സ് എല്ലാ സിനിമയുടെ അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ നിർമ്മിച്ചവർക്കോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചവർക്കോ പോലും ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ല. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ പാവം അവര് അനുഭവിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ അതാണ് ആലോചിക്കുന്നത്. അവരനുഭവിക്കുന്ന പറഞ്ഞാൽ അവര് ചെയ്തിട്ട് അല്ല, നമ്മളും ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് അനുഭവിക്കണം, അത്രേ ഉള്ളൂ. അനുഭവിക്കണം. പോസ്റ്റർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ നമ്മളല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഇരുന്ന് അടുത്തത് പ്രഭാസ്
നെക്സ്റ്റ് മൂവി എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഓക്കെ. സിനിമയുടെ ഡയറക്ടർ ഹനു രാഘവ്പുടി, നമ്മുടെ സീതാരാമത്തിന്റെ ഡയറക്ടറാണ്. ശ്രീലീലയാണ് സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. ഉടനടി അതിന്റെ ഷൂട്ടിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് കേൾക്കുന്നത് കേട്ടോ പ്രഭാസ്. ഓക്കെ ഓക്കെടാ കുട്ട. അടുത്തത് രത്നം, വിശാൽ. പിന്നെ നമ്മുടെ ഹരി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. വിശാൽ നായകനാവുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് വേൾഡ് വൈഡ് റിലീസ് ഏപ്രിൽ 26. ഓക്കെ. രത്നം. അടുത്തത് തുറക്കട്ടെ, അല്ല എടുക്കട്ടെ. തലതെറിച്ചവൻ. നമ്മൾ പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായി വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. അത് നന്നായി വന്നത് നമ്മൾ പരാജയം ആണല്ലേ? അങ്ങനെ വരാൻ പാടില്ല. അതാണ് അതിന്റെ കറക്റ്റ്. ആ ചെറുക്കനെ വെച്ച് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടാകുമല്ലോ എന്നിട്ട് ഡയറക്ടർ. അടുത്തത് ഒരു കുത്തണുണ്ടോ? അതിന് അതൊന്നുമല്ല കോമഡി. രണ്ടുപേരും വെടി കൊണ്ടിട്ട് അങ്ങോട്ട് വീണ് കിടക്കാണല്ലോ. വീണ് കിടക്കുന്ന ഒരാളല്ല, ഇങ്ങനെ പോകുന്നൊരു സാധനമുണ്ട്. എന്തൊരു ജാതി കോമഡിയാണ്. അടുത്തത് കോമഡിയോ? ഞങ്ങള് വളരെ സീരിയസ് ആയിട്ടുള്ള ശരിയാണ്. സിനിമയായിട്ടാണ് ഭയങ്കര എന്താ പറയാ, ക്ലാസിക് സിനിമയെ ഇവൻ കോമഡി എന്നുള്ള രീതിയിൽ അപമാനിച്ചു. എനിക്ക് പറ്റിയ തെറ്റാണ്. ഇവര് തലതെറിച്ചവന്റെ ഫാൻസാണ്. ഫാനാണ്. നീയും കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പറയണ്ട, എല്ലാരും അങ്ങനെ പറയണ്ട. വേണ്ടേ ഫാൻസ് എന്ന് പറയണ്ട. ഒരൊറ്റ പൊട്ടം മതി ഇവിടെ. പൊട്ടന്മാര് വേണ്ട. ഇതാണെങ്കിൽ ഈ സംഭവമാണെങ്കിൽ തുടക്കത്തിൽ ഇവൻ തെളിയിക്കുകയും ചെയ്തു. ഫർസിയോ. യെസ്. അതായത് 2023 ഏറ്റവും കൂടുതൽ വ്യൂസ്, അതായത് വാച്ച് ചെയ്ത വെബ് സീരീസ് ആയിട്ട് തെരഞ്ഞെടുത്ത് ഫർസിയാണ് കേട്ടോ. നമ്മുടെ ഡി കെ അല്ലേ? ടീം, അതായത് രാജാൻ ഡി കെ. അതാണ് ഞാൻ സാധനം മുന്നിൽ കിട്ടിയില്ല. ഞാൻ കത്താൻ കുറച്ച് വൈകി. എന്താണ് ഇപ്പൊ ഈ ഡി കെ എന്താ സംഭവം? പിന്നെ മനസ്സിലായത് സിനിമ സംവിധാനം ചെയ്ത ടീമിന്റെ പേരാണ് പറയാ. ഇന്നത്തെ ദിവസം നിന്നെ ഞാൻ ഒരു രീതിയിൽ രാജാൻ ഡി കെ ഉത്സാഹപ്പെടുത്തൂല. അടുത്തത് എന്റെ മുമ്പിൽ തോറ്റ നീ ഇങ്ങനെ കടന്ന് എന്ന് വെക്കും. എനിക്കറിയാം. എന്തായാലും കിഴി കൃത്യമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ തന്നെ. നമ്മുടെ ദിലീപ് നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ, അത് 2 ഷെഡ്യൂൾ ഉടനടി തുടങ്ങും എന്നുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള 2 ഷെഡ്യൂളുകൾ വരുന്നത് ഏപ്രിൽ മെയ് ഈ മാസങ്ങളിലാണെന്നുള്ളതാണ് കേട്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഏപ്രിൽ സംഭവം തുടങ്ങും. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ദിലീപ് മെയിൻ. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഡബിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏപ്രിലാണ് സിനിമ റിലീസായിട്ട് എത്താൻ പോകുന്നത്. എന്തായാലും ഒരാവേശത്തിൽ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ ഹൃദയം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം കാത്തിരിക്കുന്ന സിനിമ. ഞാൻ കാസ്റ്റിംഗിന്റെ ലിസ്റ്റ് പറയുന്നില്ല. പറയരുത്. ഞാൻ മുഖത്തിൽ നിങ്ങൾ ചിരി കാണുന്നില്ലേ? എന്റെ കരച്ചിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതൊരു മാസ്ക് ആണ്. അത് പുറത്ത് കൊണ്ടുവരരുത്, അതിന് ശ്രമിക്കരുത് ഒരിക്കലും. അങ്ങനെ ഞാൻ ചെയ്യോടാ കൂട്ടാ. നീ ചെയ്യോടാ, നീ അത്ര ദുഷ്ടനാണ്. അടുത്ത കിഴിയിൽ ആശ്വാസമുണ്ട്. എബ്രഹാം മോസ്ലർ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം വീണ്ടും ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇനിയൊരു ത്രില്ലർ സിനിമ തന്നെയാണ് വീണ്ടും ഒരുക്കുന്നത്. ക്രൈം ത്രില്ലർ. ആരാണ് നായകൻ എന്നറിയോ? ആസിഫ് അലി. കൊള്ളാം. അടിപൊളി. ഇത് കഴിഞ്ഞിട്ട് വേണം, കിഴി കഴിഞ്ഞിട്ട് വേണം ഒന്ന് എത്തിക്കാണ്. അടുത്തത് നിനക്ക് പോരാ. മലൈക്കോട്ടെ വാലിബൻ. ഓക്കേ. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. കാണാം. എല്ലാ പോസ്റ്ററും നമ്മൾ റിയാക്ഷൻ ചെയ്തതാണല്ലോ. പിന്നെ തീർച്ചയായും
സിനിമ റിലീസായതിനു ശേഷം ഒരു ഒഫീഷ്യൽ പോസ്റ്റർ നമ്മൾ റിയാക്ഷൻ ചെയ്യുകയാണ്. ഈ സിനിമയുടെ ഈ ഒരു പോസ്റ്ററിന് വളരെ പ്രത്യേകതകളുണ്ട്. അതായത് ഇവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഒരു ലിജോ ജോസ് പള്ളിശ്ശേരി മുത്തശ്ശി കഥ എന്നുള്ളതാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മുത്തശ്ശി കഥ എന്നുള്ളത് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. മലയക്കോട്ടെ വാലിബൻ എന്ന് കൊടുത്തിരിക്കുന്ന വാലിബൻ എന്നുള്ളത് വലുതാക്കി കൊടുത്തില്ലേ? അതെ, അതേപോലെ. എന്തായാലും ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് ചെയ്യൊന്നും ചെറുതായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഇത് ശരിക്ക് ഒരു 2 ദിവസം മുന്നേ കൊടുക്കണമായിരുന്നു ഈ പോസ്റ്റർ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു രീതിയിലേക്ക് മാറിയേനെ പ്രേക്ഷകർ. തീർച്ചയായിട്ടും സംഭവം ഇതിപ്പോ അല്ല ഈ മുത്തശ്ശിക്കതല്ലേ, ഇപ്പോൾ എന്താ പ്രേക്ഷകർ പുറത്തിറങ്ങുന്നു വന്നിട്ട് ലാഗാണ് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്യാപ്ഷനോടെ പോസ്റ്റർ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരിക്കലും വിമർശിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ ഉറങ്ങി എന്നിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള അവകാശം അവർക്കില്ല. കാരണം അവർ കണ്ടിട്ടില്ല, ഉറങ്ങായിരുന്നില്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉറക്കം വന്നു എന്നുള്ളത് ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കി. ഓക്കെ, അപ്പോൾ മുത്തശ്ശിക്കഥ എന്ന് പറഞ്ഞ സംഭവം എന്തിനാ പറയുന്നത്? അതായത് കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടിട്ടാ. അതാണ് ഞാൻ പറയാൻ വന്ന സംഭവം. അതായത് മുത്തശ്ശിക്കഥ കേട്ടിട്ടാണ് പണ്ട് പിള്ളേരൊക്കെ ഉറക്കിക്കൊണ്ടിരുന്ന മുത്തശ്ശിമാര് കഥ പറഞ്ഞു കൊടുക്കും. ആ കഥ കേട്ട് ഉറങ്ങിപ്പോവും. അപ്പം അങ്ങനെ ആയിരിക്കും ഇപ്പം ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം. വിമർശിക്കാൻ പറ്റില്ല. അതെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ഒരു പോസ്റ്റർ വരുമ്പോ ഒന്നും പറഞ്ഞിട്ട് വരില്ല. അതെ, അത്രേ ഉള്ളൂ. പിന്നെ സർട്ടിഫൈഡ് ആയിപ്പോയി ഇപ്പൊ, ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ പല രീതിയിലുള്ള കരച്ചിലും ബഹളങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ആ ഒരു വിഗ്രഹം വീണുടഞ്ഞു പോയി. സത്യം. അതായത് LJPയുടെ ആ ഒരു സിനിമ പരാജയപ്പെടുന്നതൊക്കെ പോട്ടെ, ആളുടെ അല്ലെങ്കിലും വമ്പൻ സിനിമകൾ, വമ്പൻ ഹിറ്റായ സിനിമകളൊന്നും ഇല്ലല്ലോ. അല്ല, പക്ഷെ ഉള്ള സിനിമകളൊക്കെ ക്ലാസിക് സിനിമകളെ ആ ഒരു കൂട്ടത്തിൽ മികച്ച രീതിയിലുള്ള പ്രതികരണം കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഒരു സിനിമയ്ക്ക് ഇത് ആളുകൾ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് ഇമോഷണൽ ആവുക എന്ന് പറയുമ്പോഴേ വേറെ ആർക്കും പറ്റും, പക്ഷെ LJP അത് പറയാൻ പാടില്ല. ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ LJP ഇങ്ങനെയൊക്കെ വന്നിട്ട്. കാരണം ആള് പറഞ്ഞിരിക്കുന്നത് സാധാരണ ആളുടെ മാസ് ഡയലോഗാണല്ലോ. ആളുടെ മാസ് പറഞ്ഞ പോലെ ക്ലാസ് മാസ് നമുക്ക് LJPയിൽ നിന്ന് മാറ്റിയേക്കാം. ആളുടെ ക്ലാസ് ഡയലോഗാണ് എന്ത്, നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്. അങ്ങനെ ഒരാള് പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ വന്ന് പറയാൻ പാടുണ്ടോ? അതാണ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ലോ. ആളുടെ വിഷനിലാണ് ആള് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ആൾക്കത് തൃപ്തിയായിട്ടുണ്ടാവും. പക്ഷെ കാണുന്നവർക്ക് അത് തൃപ്തിയാണെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കും. അതെ, അത് അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ പറയുന്ന ഒരാള് അത് മൈൻഡ് ചെയ്യരുത്. ഒരിക്കലും അത് മൈൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാട്ടോ നമുക്ക് തോന്നിയത്. പിന്നെ ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്. അതായത് തൻ്റെ നാവിലെ ടേസ്റ്റ് ആവരുത് മറ്റൊരാളുടെ നാവിലെ ടേസ്റ്റ് എന്നുള്ളത്. അങ്ങനെ ആവുമ്പോൾ എന്താ പ്രശ്നം അറിയാം. അതായത് ഈ സിനിമ ഒരുക്കുന്ന ആള് ആ ആളുടെ ടേസ്റ്റിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ആളുടെ ടേസ്റ്റാണ് ഇങ്ങനെയുള്ള സിനിമ, ഇപ്പോൾ മാസ് ഇങ്ങനെ വേണം എന്നാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ബീരങ്കി അല്ല, അതായത് ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്ന ഹീറോ അല്ല എൻ്റെ ഹീറോ എന്ന് പറഞ്ഞു. പക്ഷെ വാള് കൊണ്ട് എറിഞ്ഞ് തല തെറിപ്പിക്കുന്നവനും, അതായത് ബീരങ്കി കൊണ്ട് വെടിവെച്ച് ഫയർ ചെയ്യുന്ന ഒരാളും അങ്ങനെയൊക്കെയാണ്. അതൊക്കെ അടിക്കട്ടെ. പിന്നെ പറക്കുന്ന ആളാണ്, ബാക്കിലേക്കൊക്കെ അങ്ങ് പറക്കും. അപ്പം ആ ആളാണ് ഈ പറയുന്നത് എന്ത്, ഇങ്ങനെയുള്ളൊരു മാസ സിനിമ അല്ലാതുള്ളത്. അപ്പോൾ ആളുടെ രുചി എന്താണോ അത് നമുക്ക് തന്നിട്ട് നമ്മളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആൾ അംഗീകരിക്കണം. കാരണം ആൾ പറഞ്ഞിരിക്കുന്നത് എന്താ, തൻ്റെ നാവിലെ ടേസ്റ്റ് ആവരുത് മറ്റൊരാൾക്ക്. അതാണ് ടേസ്റ്റ് ഈ പറയുന്നതും ഈ ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ആളുടെ ഇഷ്ടത്തിന് മാത്രം നമ്മൾ ഒരു സാധനം പ്രേക്ഷകന് കൊടുക്കുന്നതാണെങ്കിൽ അത് അവർക്കും കൂടി തൃപ്തിയാവുന്ന രീതിയിലുള്ളതായിരിക്കണം. അല്ല, ഇപ്പം പഴയ സിനിമകളാണെങ്കിലും ഇപ്പം LJPന്റെ സിനിമകളാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ, നമുക്കും കൂടി മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമുക്കും കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന സിനിമകളായിരുന്നു. ഈ സിനിമയിലേക്ക് അത് നമുക്ക് സാധിച്ചിട്ടില്ല. ചെറിയ സിനിമകൾ ഒരുക്കൂലേ, വളരെ കുറഞ്ഞ ബഡ്ജറ്റില്, അങ്ങനെയുള്ള സിനിമകൾക്ക് ആ രീതിയിലുള്ള അതിന് പോകുന്നതിനൊരു ലെവലുണ്ട്. ഇത് ഇപ്പോൾ ഒരു മുത്തശ്ശി കഥ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പോസ്റ്റർ തന്നെ അടിച്ചിറക്കിയിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. ഇതിനൊരു 50 കോടിന്റെ മുകളിൽ എന്തായാലും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു 20 കോടി പറയാം. 20 കോടി തന്നെ. അതായത് LJPയുടെ കരിയറിലെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു മുത്തശ്ശി കഥക്ക് ഇത്രയും ബഡ്ജറ്റ് ഇറക്കുന്ന ഒരു സംവിധായകനെ ഞാൻ ആദ്യമായിട്ടാണ്. എന്തായാലും കിഴി എപ്പിസോഡാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒരു കാര്യം ഇനിയുണ്ടോ? ടിനു പാപ്പച്ചൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് തിയേറ്റർ കുലുങ്ങും എന്നുള്ള രീതിയിൽ, അതായത് മാസമായിട്ടുള്ള ഒരു ഇൻട്രോ സീനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതാണോ ഇതിന് കാരണം, അതായത് പരാജയത്തിന് കാരണം, നെഗറ്റീവ് വരാൻ കാരണം എന്നുള്ള ഒരു ചോദ്യം വന്നു. അപ്പോൾ LJP പറഞ്ഞ മറുപടി എന്താണെന്നറിയോ,
അത് ആളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. ആ അഭിപ്രായം എൻ്റെതല്ല. അത് ആൾക്ക് അങ്ങനെ തോന്നിയത് ആൾ പറഞ്ഞു എന്നുള്ളൂ. അതൊരിക്കലും നെഗറ്റീവായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെയല്ലേ ഈ കാണുന്ന ഓരോരുത്തരും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അഭിപ്രായം പറയുന്നത്. അത് പേഴ്സണൽ അഭിപ്രായങ്ങളല്ലേ. ഇത് അതാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് വേറെ. അതെ, പുറത്ത് സിനിമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മൊത്തം സംഗതി. അതെ, സംഭവം ശരിയാണ്. ഒക്കെ അഭിപ്രായങ്ങളൊക്കെ എന്തോ വരട്ടെ, അതൊക്കെ ആയിട്ടിരിക്കട്ടെ. പിന്നെ ആള് പറഞ്ഞ മറ്റൊന്ന് കാര്യം, ആളോട് ഭയങ്കര വൈരാഗ്യം എന്നുള്ളതാണ്. ശരിക്ക് അതായത് മലയാളത്തിലെ ഏറ്റവും മികച്ച, അതായത് വമ്പൻ കളക്ഷൻ കിട്ടുന്ന സിനിമകൾ ചെയ്തിട്ട് സപ്പോർട്ട് കിട്ടിയ ഒരാളല്ല ആര്, LJP. ആളുടെ മികച്ച ബ്രില്യൻസ് കണ്ടിട്ട്, അതും ഒരു LJP വിഭാഗം അല്ലേ, അത് അങ്ങനെ തന്നെ പറയണം. അങ്ങനത്തെ ടീം വന്ന് ആളെ സപ്പോർട്ട് ചെയ്ത്, അതും കിട്ടാവുന്നതിന് പരമാവധി സപ്പോർട്ട് ചെയ്തിട്ടാണ് ആളെ ഈ ഒരു ലെവലിൽ എത്തിച്ചുള്ളത്. അതായത് LJP എന്നുള്ളത് ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളെ കുറിച്ചാണ് LJP പറയുന്നത് തന്നോട് വൈരാഗ്യമാണെന്ന്. ആർക്ക് എന്ത് വൈരാഗ്യമോ? നമ്മളൊരു സിനിമ കണ്ടു, അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ചെയ്ത ആളോടുള്ള ദേഷ്യമാണോ, അല്ലെ അതിൽ അഭിനയിച്ച ആൾക്കാരോടുള്ള ദേഷ്യം? ഒരിക്കലും അല്ല. നമ്മളെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നത്. അല്ലാണ്ട് വേറെ ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ ആരും പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ആശ്വാസമുണ്ട്, അതായത് ലാലേട്ടൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അഭിനയം ഇതിൽ മോശമായിരുന്നു എന്ന് ഒരാളും പറഞ്ഞു കണ്ടിട്ടില്ല. ഒരാളും അത് പറഞ്ഞിട്ടുമില്ല. അത് അതെ, അത് ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ ലാലേട്ടൻ ചെയ്തിരിക്കുന്നത് അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരിക്കലും ഒരാളും മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല പറയുന്നുള്ള കാര്യം. പിന്നെ മാസമായിട്ടുള്ള സിനിമയായിട്ട് തന്നെ ഇവർ ഒരുക്കാൻ ശ്രമിച്ചതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിലുള്ള ഓരോ സിനിമ, ഇത്രയും ഫൈറ്റ് രംഗങ്ങളും അല്ലെങ്കിൽ ഈ വീരങ്കി പോലത്തെ സാധനല്ലേ, അത് KGF ഇൻഫ്ലുവൻസ് അല്ലേ, അതൊക്കെ അതുപോലെ കൊണ്ടുവന്നുണ്ട്. പിന്നെ എന്താണ് ഭാഷയിലെ കൊഞ്ചം അങ്ങേ പാറ് ഐറ്റംസ്, ഇതൊക്കെ എന്തിനൊന്ന് കുറെ സാധനം നമ്മൾ ഗൂസ്ബം പഠിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് ചെയ്ത സിനിമയല്ലേ. പിന്നെ മാസമായിട്ട് തന്നെ ശ്രമിച്ചതാണ്, അല്ല ക്ലാസ് ഒന്നും ആയിരുന്നില്ല. അതെ, അത് അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോ എന്താണ് ഇപ്പൊ അതിന്റെ ബേക്കിൽ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നമ്മൾ ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഈ ഒരു അഭിപ്രായത്തോട് നമുക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം സിനിമ അതാദ്യം പറഞ്ഞ പോലെ സിനിമ പരാജയപ്പെടുവോ വിജയിക്കുവോ അതൊക്കെ വേറെ. നല്ല സിനിമയാണോ ഒരു പ്രശ്നമില്ല, പ്രേക്ഷകരെ ഏറ്റെടുത്ത് കൊണ്ടുപോകും. അത് ഇത്ര ഈ അടുത്ത് വന്ന സിനിമകളിൽ അതെ നേരെ നല്ല അഭിപ്രായം കിട്ടിയത് വിജയിച്ചല്ലോ. തീർച്ചയായിട്ടും. അല്ലാതെ മോഹൻലാലിനെ കടന്ന് ആക്രമിക്കുന്നൊന്നുമില്ല, ഒരു ഇതുമില്ല. സിനിമ നല്ലതായിരുന്നു, അത് നല്ല അഭിപ്രായം പറഞ്ഞു. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് കരുതിയിട്ട് ഇപ്പൊ അവർക്ക് ഇപ്പൊ ആ സിനിമയോട് ഭയങ്കര വൈരാഗ്യമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ജയിലർ സിനിമയില് ഒരു 5 മിനിറ്റിന്റെ ഗസ്റ്റ് റോളിനാണ് ആൾക്ക് മാരകമായിട്ടുള്ള വരവേൽപ്പ് മോഹൻലാലിന്. അതെന്താ? അത് മാസം മാത്രം ആഗ്രഹിച്ചിട്ട് മാത്രം മാസമാണെങ്കിൽ ഇതില് നേരില് മാസമാണോ? അല്ല, മാസും ക്ലാസ്സും ഒരുപോലെ സ്വീകരിക്കുന്നുണ്ട്. അത് നല്ലതാണോ? നല്ലതാണെന്ന് തന്നെ പറയും. ഇതിന്റെ അതായത് ഈ കരഞ്ഞു മെഴുകുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, പ്രസ് മീറ്റ് LJPയുടെ, അതിന്റെ താഴെ ഒരു കമന്റ്, ഓ എങ്ങനെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ കണ്ടില്ലേന്ന്. അപ്പൊ അതിന് താഴെ ഒരാൾ കമന്റ്, അത് പോയി, ഇത് നിജം. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇതിപ്പോ ഒറ്റയടി താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നെഗറ്റീവ്, അത് നമ്മൾ ഏതൊരു സാധനം കൊടുക്കുമ്പോഴും നമ്മളത് പ്രതീക്ഷിക്കണമല്ലോ. ഒരിക്കലും അത് കൊടുക്കുന്ന സാധനം എപ്പം ഫുൾ പോസിറ്റീവ് തന്നെ ആയിരിക്കും ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന സാധനമല്ല. പിന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, അതായത് ഇത്ര ബഡ്ജറ്റൊക്കെ ഇറക്കി തിയേറ്ററിൽ നിന്ന് പൈസ കിട്ടി വരേണ്ട സിനിമയാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇംപ്രസ് ചെയ്യാൻ തന്നെയാണ് സിനിമ ചെയ്യേണ്ടത്. പ്രേക്ഷകരെ പരിഗണിക്കണം. തീർച്ചയായിട്ടും. എന്റെ ഇതിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുടെ ഭാഗത്ത് വരുന്ന തെറ്റ് തന്നെയാണ്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. ഭാഗ്യം ആ തോൽവിയുടെ ആഘാതം ഈ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ മറഞ്ഞുപോയി. ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ ഐസായിട്ട് അങ്ങ് എനിക്കൊരു സംശയമുണ്ട്. ഇത് തുടങ്ങിയപ്പം അല്ലെങ്കിൽ മലയക്കോട്ടെ വാലുവിന്റെ അടുത്തപ്പം നീ അതാണോ അതിൽ കയറി പിടിച്ച് തൂങ്ങിയെന്ന് എനിക്കൊരു സംശയമുണ്ട്, നീ എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഞാൻ പൊട്ടം തന്നെ. ഞാനത് അതെ ഇന്ന് തുടക്കം മുതലേ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് തന്നെയാണെന്നുള്ളത്. ലാസ്റ്റ് വന്നിട്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ച് പറയിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നു. വെൽ ഡൺ ബൈ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.